മിനിസ്റ്റർ മുഹമ്മദ് റിയാസാണ് നമുക്കൊപ്പം ചേർന്നത്. നൂറുദ്ദീൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ ആ സ്പോട്ട് പുഞ്ചിരിമറ്റമാണ്. അത് മിനിസ്റ്റർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ആർമിയുടെ യൂണിറ്റ് അവിടെ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ സമയം 1.25 മണിക്കൂറായി. 5:30-6 മണിയാകുമ്പോഴേക്കും ഇരുട്ടും. അതിനു മുൻപ് നമുക്ക് രക്ഷാപ്രവർത്തനത്തിൽ പരമാവധി ആളുകളെ ജീവനോടെ തിരികെ എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. വി എസ് രഞ്ജിത്ത്, നമുക്ക് വെള്ളമലയിൽ നിന്ന് എന്താണ് പറയാൻ കഴിയുന്നത്? അവിടെയുള്ള പ്രാഥമികമായിട്ടുള്ള പരിശോധന പൂർത്തിയായോ? ഇവിടെ പ്രാഥമിക പരിശോധന പൂർത്തിയായിട്ടില്ല. കാരണം ഈ ഭാഗത്ത് ഇപ്പോൾ ഒരു യന്ത്ര സംവിധാനവും ഇല്ല. വെറും മാൻ പവർ വെച്ചുകൊണ്ട് ആളുകൾ വടികുത്തി തെരയുന്ന കാഴ്ചയാണ്. അങ്ങനെ കേവലം വടികുത്തി തെരഞ്ഞിട്ട് മാത്രം 10-18 ബോഡികൾ ഇവിടെ നിന്ന് കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? യന്ത്ര സംവിധാനം എന്തെങ്കിലും ഉണ്ടോ? മാൻ പവർ അതാണ് പ്രശ്നം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ വഴിയൊന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. JCB കൊണ്ടുവന്നാൽ കുറച്ചുകൂടി വിഷയം മാൻ പവറിന് ഒരു പരിധിയുണ്ട്. കൂടുതൽ വിഷയങ്ങൾ ആവശ്യമാണ്. ഇപ്പൊ വലിയ വലിയ മരങ്ങളാണ്. ഇത് നീക്കിയാൽ എന്തായാലും ഇവിടുന്ന് ഇപ്പൊ തന്നെ കുറെ മൃഗങ്ങൾ കണ്ടു. ഏറ്റവും കൂടുതൽ ആവശ്യം വെച്ചാല് പിന്നെ നമ്മൾ ബാക്കി മിഷനറികളാണ് ആവശ്യം. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നീക്കാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, അരുൺ, ഇതാണ് വിഷയങ്ങൾ ആവശ്യമാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല, വലിയ വലിയ മരങ്ങളാണ്. അപ്പൊ ഇത് നീക്കിയാൽ എന്തായാലും ഇതിനകത്ത് ആളുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ കുറെ മൃഗങ്ങൾ കണ്ടു. അതെ, ഈ ഭാഗത്തുനിന്നാണ് 19ഓളം മൃഗങ്ങളെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യം വെച്ചാൽ പിന്നെ നമ്മളെ ബാക്കിയുള്ള മിഷനറികളാണ് ആവശ്യം. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നീക്കാൻ എളുപ്പമുണ്ടാവും. അരുൺ, ഇതാണ് സ്വാഭാവികമായിട്ടും ഇവിടെ മാൻ പവർ ധാരാളമുണ്ട്. സന്നദ്ധ പ്രവർത്തകർ ധാരാളം എത്തി തെരച്ച് നടത്തുന്നുണ്ട്. അവർക്ക് യന്ത്ര സംവിധാനങ്ങൾ കൂടി ഇപ്പോൾ JCB ഉൾപ്പെടെ അതുപോലെ തന്നെ കട്ടറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഈ വലിയ മരങ്ങൾ നീക്കുന്നതിന് വലിയ സഹായകമായിരിക്കും. അതാണ് ഈ ഭാഗത്തേക്ക് വെള്ളാർമല ഭാഗത്തേക്ക് എത്തേണ്ടത്. ഈ വെള്ളാർമല വില്ലേജ് ഓഫീസിന്റെ ഭാഗത്താണ് ഇത്രയും വലിയ മരക്കൂട്ടങ്ങൾ അടിഞ്ഞു കിടക്കുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനം പ്രാഥമികമായി പൂർത്തിയായി എന്ന് പറയാൻ സാധ്യമല്ല. ഇവിടേക്ക് JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിയാൽ മാത്രമേ ഈ മരങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ.